പ്രശസ്ത സംവിധായകൻ ഷാഫി അന്തരിച്ചു. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഈ മാസം 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മൃതദേഹം ഇന്ന് രാവിലെ ഇടപ്പള്ളി BTS റോഡിലുള്ള സ്വവസതിയിലും തുടർന്ന് 9 മുതൽ 12 വരെ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലും പൊതുദർശനം വയ്ക്കുന്നു. സംസ്കാരം ഇന്ന് 4-ന് കലൂർ മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഇപ്പോൾ ഭൗതികദേഹം ബാങ്ക് ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവന്നോ? മലയാളികൾക്ക് മുന്നിൽ ചിരിയുടെ പൂരം നിർത്ത സംവിധായകൻ ഷാഫിയുടെ മൃതദേഹം നിമിഷങ്ങൾക്ക് മുൻപ് പൊതുദർശനത്തിനായി എറണാകുളത്തെ കൊച്ചിൻ സഹകരണ ബാങ്കിൻ്റെ കടൂരിലുള്ള ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. 12 മണിവരെയാണ് ഇവിടെ പൊതുദർശനം. അതിനുശേഷം വീണ്ടും മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. ഈ പൊതുദർശനം നടത്തുന്ന ഹാളും വീടും ഒക്കെ തമ്മിൽ വളരെ ഒരു കിലോമീറ്ററോളം ദൂരം മാത്രമാണ് ഉള്ളത്. അതിനുശേഷം വൈകിട്ട് 4 മണിക്കാണ് കലൂർ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ തന്നെ ഷാഫിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ ചലച്ചിത്ര പ്രവർത്തകർ എത്തിയിരുന്നു. ഇവിടെ കൊച്ചിൻ ബാങ്ക് ഹാളിൽ മൃതദേഹം എത്തിച്ചപ്പോഴും സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി എത്തിക്കൊണ്ടേയിരിക്കുന്നു. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ ഏറെ വൈകാതെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതിയാണ് അദ്ദേഹത്തെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത തലവേദനയോടുകൂടിയായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ പോയത്. പിന്നീട് മസ്തിഷ്ക ആഘാതമുണ്ടായി, രക്തസ്രാവമുണ്ടായി. അങ്ങനെ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഈ കഴിഞ്ഞ രാത്രി ഏതാണ്ട് ഈ പുലർച്ചെ 12:45 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. 17 ചിത്രങ്ങളാണ് ഷാഫി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ 17 ചിത്രങ്ങളിൽ ഭൂരിഭാഗം എണ്ണവും തന്നെ ഒരു സീനെങ്കിലും മലയാളി എക്കാലവും ഓർത്തിരിക്കുന്നവയാണ്. മാത്രമല്ല സാമ്പത്തികമായി വലിയ വിജയം സമ്മാനിച്ചവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ എല്ലാം തന്നെ. ഹാസ്യത്തിൻ്റെ മേമ്പൊടി എന്ന് മാത്രമല്ല, ഹാസ്യം നിറഞ്ഞ ചിത്രങ്ങൾ മലയാളി ആർത്തലിച്ച് ചിരിക്കുന്നതായിരുന്നു. വൺ മാൻ ഷോയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം. ആനന്ദം പരമാനന്ദം എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്തത്. 2022-ലാണിത്. മെഗാ ഹിറ്റുകൾ തീർത്ത സംവിധായകന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി വലിയ തോതിൽ ചലച്ചിത്ര പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ. പ്രദീപ് ജോസഫ്, ഈ മണപ്പാട്ടിപ്പറമ്പ് കൊച്ചിൻ സഹകരണ ബാങ്ക് ഹാളിലും അദ്ദേഹത്തിന്റെ വസതിയിലുമായി ആരൊക്കെയാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്? ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയം മുതൽ തന്നെ വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നതും. കൂടാതെ ചലച്ചിത്ര മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. നിർമ്മാതാവ് M. രഞ്ജിത്ത്, അതുപോലെ മറ്റ് നിർമ്മാണം, സംവിധാനം, സാങ്കേതിക പ്രവർത്തകർ, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എത്തിയിട്ടുണ്ട്. രാവിലെ മുൻപ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഷാഫിയുടെ കലൂരിലെ വീട്ടിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. മമ്മൂട്ടി അല്പസമയത്തിനകം തന്നെ ഇവിടെ ബാങ്ക് ഹാളിലെത്തി ആദരാഞ്ജലികൾ അർപ്പിക്കും. അതുപോലെ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 മണിക്കൂർ, ഏതാണ്ട് 2.5 മണിക്കൂർ കൂടി ഇവിടെ പൊതുദർശനമുണ്ടാകും. അതിനുശേഷമാകും വീണ്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഒടുവിലൊരു 4 ദിവസമായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായിരുന്നു. ഈ സമയത്തും പരമാവധി അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആശുപത്രി ഡോക്ടർമാർ ആജീവനാന്തം പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ ഏതാണ്ട് 12:30 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു.